പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ഇന്ത്യയെ വലച്ചത് ചെറുതായൊന്നുമല്ല. ഇന്ധന ഊർജ്ജ പ്രതിസന്ധി രാജ്യത്തിന്റെ ദൈനംദിന ജീവിതത്തെ കാര്യമായാണ് ബാധിച്ചത്. ഇതിനൊരു പരിഹാരം വേണ്ടേ എന്നതാണ് ഇവിടെ പ്രധാന ചോദ്യം. ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ഊർജ്ജ പ്രതിസന്ധിക്ക് ഒരു ശാശ്വത പരിഹാരം കാണാനുള്ള ഇന്ത്യയുടെ സ്വപ്ന പദ്ധതി വീണ്ടും സജീവമാകുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒമാനിൽ നിന്ന് അറബിക്കടലിനടിയിലൂടെ ഗുജറാത്തിലേക്ക് ഏകദേശം 2000 കിലോമീറ്റർ നീളമുള്ള വാതക പൈപ്പ് ലൈൻ സ്ഥാപിക്കാനാണ് നീക്കം. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഈ പദ്ധതിയുടെ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഉയർന്ന ചെലവും സാങ്കേതിക ബുദ്ധിമുട്ടുകളും കാരണം ഇത് കടലാസിൽ ഒതുങ്ങുകയായിരുന്നു. എന്നാൽ ഇനി അങ്ങനെയല്ല. ഭാവിയിലെ ഊർജ്ജ സുരക്ഷ മുൻനിർത്തി ഈ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. വർഷങ്ങളായി ഈ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സൗത്ത് ഏഷ്യ ഗ്യാസ് എന്റർപ്രൈസ് നിർദ്ദിഷ്ട പാതയിലെ സാങ്കേതിക വിലയിരുത്തലുകളും സമുദ്രത്തിന്റെ അടിത്തട്ടിലെ സർവേകളും പൂർത്തിയാക്കിയതായും അറിയിച്ചിട്ടുണ്ട്. ഒമാൻ ഗുജറാത്ത് പൈപ്പ് ലൈൻ പദ്ധതി എന്താണ്? ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. ഏകദേശം 40,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയ സമുദ്രപാതകളിൽ ഒന്നിലൂടെ ഒമാനിൽ നിന്ന് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് നേരിട്ട് പ്രകൃതിവാതകം എത്തിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അതിനാൽ ഇത് യാഥാർത്ഥ്യമായാൽ ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യയും തമ്മിൽ നേരിട്ടുള്ള ഒരു ഊർജ്ജ ഇടനാഴി സൃഷ്ടിക്കപ്പെടും. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാതയായ ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇത് ഇന്ത്യയെ പ്രധാനമായും സഹായിക്കും. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ആഗോള ഊർജ്ജ വിപണിയെ ബാധിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പദ്ധതിക്ക് വലിയ പ്രസക്തിയുണ്ട്. മിഡിൽ ഈസ്റ്റ് ഇന്ത്യ ഡീപ്പ് വാട്ടർ പൈപ്പ് ലൈൻ എന്നാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. ഇത് അറബിക്കടലിനടിയിലൂടെ ഒമാനെ നേരിട്ട് ഗുജറാത്തുമായി ബന്ധിപ്പിക്കും. സമുദ്രനിരപ്പിൽ നിന്ന് 3000 മീറ്ററിലധികം ആഴത്തിലാണ് ഇതിന്റെ ചില ഭാഗങ്ങൾ കടന്നു പോകുന്നത്. മറ്റു പല പദ്ധതികളെക്കാളേറെയും ആഴമുള്ളതിനാൽ ഇതിന് അതീവ നൂതനമായ സാങ്കേതിക വിദ്യ ആവശ്യവുമാണ്. 30 വർഷത്തിലേറെയായി ഒമാനും ഇന്ത്യക്കുമിടയിൽ നേരിട്ടൊരു ഊർജ്ജ കണക്ടിവിറ്റി എന്ന ആശയം നിലവിലുണ്ട്. എന്നാൽ ഉയർന്ന ചെലവും സാങ്കേതിക പരിമിതികളും കാരണം ഇത് മുന്നോട്ടു പോയില്ല. എന്നാൽ സാങ്കേതിക വിദ്യയിലുണ്ടായ പുരോഗതിയും ഊർജ്ജ സുരക്ഷയുടെ പ്രാധാന്യവും ഈ പദ്ധതിക്ക് പുതുജീവൻ നൽകി. സേജ് നൽകിയ പ്രാഥമിക പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ സാധ്യതാ പഠനം നടത്താൻ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം, ഗെയിൽ എഞ്ചിനീയറിംഗ് ഇന്ത്യ ലിമിറ്റഡ്, ഇന്ത്യ ഓയിൽ കോർപ്പറേഷൻ എന്നിവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് അനുകൂലമായാൽ ഒമാനുമായുള്ള ഔദ്യോഗിക ചർച്ചകളും ആരംഭിക്കും. പദ്ധതി തന്ത്രപരമായി വളരെ മികച്ചതാണെങ്കിലും നിരവധി കടമ്പകൾ മറികടക്കേണ്ടതുണ്ട്. അതിലാദ്യത്തേത് എഞ്ചിനീയറിംഗ് ആണ്. ഏകദേശം 3000 മീറ്റർ ആഴത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നത് പരമ്പരാഗത പൈപ്പ് ലൈൻ പദ്ധതികളിൽ നേരിടുന്നതിനേക്കാൾ വളരെ വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. മർദ്ദം, പ്രതികൂലമായ സമുദ്രത്തിന്റെ അടിത്തട്ട് എന്നിവയാണ് പ്രധാന വെല്ലുവിളികൾ. ഏതെങ്കിലും ചോർച്ചയോ തകരാറോ ഉണ്ടായാൽ അത് പരിഹരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടും ചെലവേറിയതുമായിരിക്കും. ഇത്തരം ബുദ്ധിമുട്ടുകൾ നന്നാക്കാൻ പ്രത്യേക കപ്പലുകളും നൂതന അണ്ടർ വാട്ടർ ഉപകരണങ്ങളും ആവശ്യമാണ് എന്നതാണ് പ്രശ്നം. രണ്ടാമത്തെ വെല്ലുവിളി സാമ്പത്തികമാണ്. 40,000 കോടി രൂപ എന്നത് വെറുമൊരു പ്രാഥമിക കണക്കാണ്. വലിയ പദ്ധതികൾക്ക് കാലതാമസം നേരിടുമ്പോൾ ചെലവും കൂടും. ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വാതക വിലയും ഗതാഗത ചെലവും ഇതിൽ നിർണായകമാണ്. പദ്ധതിക്ക് സുസ്ഥിരമായ വരുമാനം നേടാൻ കഴിയുമെന്ന ഉറപ്പ് നിക്ഷേപകർക്ക് നൽകേണ്ടതുണ്ട്. മൂന്നാമത്തെ വെല്ലുവിളി ധനസഹായമാണ്. പദ്ധതിക്ക് ഇത്രയും വലിയ തുക ആരും മുടക്കും? ചെലവുകൾ എങ്ങനെ പങ്കിടുമെന്നത് വലിയൊരു ചോദ്യമാണ്. നിക്ഷേപ തീരുമാനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് ദീർഘകാല വിതരണ കരാറുകൾക്ക് മതിയായ ഉറപ്പ് നൽകാൻ കഴിയുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ഇവിടെ അവശേഷിക്കുന്നുമുണ്ട്. ഇന്ത്യയെ ഗൾഫുമായി ബന്ധിപ്പിക്കുന്ന ഒരു നേരിട്ടുള്ള ഊർജ്ജ ഇടനാഴി പ്രാദേശിക പങ്കാളികളുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കുകയും ഭാവിയിലെ ഊർജ്ജ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ വഴക്കം നൽകുകയും ചെയ്യും. ചില ഊർജ്ജ വിദഗ്ധർ ഈ പദ്ധതിയെ വരും വർഷങ്ങളിൽ വിശാലമായ ഗൾഫ് ഇന്ത്യ ഊർജ്ജ കണക്ടിവിറ്റിക്കുള്ള ഒരു സാധ്യതയുടെ അടിത്തറയായും കാണുന്നുണ്ട്. ഹോർമുസ് ഇനി ഒരിക്കലും പഴയതുപോലെയാകില്ല എന്ന് യുദ്ധം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ഇറാൻ പ്രഖ്യാപിച്ചതാണ്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കുന്ന ഒരു ഘട്ടം വരുമ്പോഴേക്ക് ലോകത്തിന്റെ എണ്ണ വ്യാപാരം തീർത്തും വ്യത്യസ്തമായ പാതകളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുമെന്നതാണ് വാസ്തവം. ഹോർമുസ് പ്രതിസന്ധി ലോകക്രമത്തെ വലിയ തോതിൽ മാറ്റുകയും ചെയ്യും. ഇതിനകം തന്നെ പേർഷ്യൻ ഗൾഫിലെ എണ്ണ കയറ്റുമതി രാജ്യങ്ങൾ ബദൽ മാർഗങ്ങൾ തേടി തുടങ്ങിയിട്ടുണ്ട്. മുമ്പിലുള്ള ബദലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൈപ്പ് ലൈൻ എണ്ണ വിതരണ ശൃംഖലകളാണ്. UAE, സൗദി, ഇറാഖ് എന്നീ രാജ്യങ്ങൾ ഇതിനകം തന്നെ എണ്ണ പൈപ്പ് ലൈനുകൾക്കായി വൻ നിക്ഷേപം നടത്തുന്നുണ്ട്. കയറ്റുമതിക്ക്
ഇനി വൈവിധ്യവൽക്കരിക്കപ്പെട്ട ചാനലുകൾ വേണമെന്ന തിരിച്ചറിവിലേക്കാണ് രാജ്യങ്ങൾ എത്തിച്ചേരുന്നത്. ഇതൊരു മത്സരമായി മാറിയിരിക്കുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിലേക്കാണ് മിഡിൽ ഈസ്റ്റ് ഇന്ത്യ ഡീപ് വാട്ടർ പൈപ്പ് ലൈനും എത്തുന്നത്. എന്തായാലും ചർച്ചകളുടെയും പഠനങ്ങളുടെയും ഭാവി എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം.